ക്യാൻസർ പോലത്തെ മാരകമായ രോഗം നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല എന്ന് കൊണ്ട് പറയാണ്. അവിടെ വെല്ലൂരിലേക്ക് ചികിത്സക്ക് വേണ്ടി പോയ ഇബ്രാഹിം ഹാജി എന്നാള്, അയാള് ഒരു നിലക്കും എവിടെയും പോവേണ്ടതില്ല, വിദഗ്ധരായ പരീക്ഷണങ്ങളൊക്കെ നടന്ന്, പക്ഷേ രോഗം അത് അവസാനിക്കുന്ന രോഗമല്ല, ഇതിലങ്ങ് തീർന്നു പോകുകയെന്നല്ലാതെ ഈ രോഗം മാറിക്കിട്ടൂല എന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ തീരുമാനിച്ചൊരു സംഭവമാണ് ഇബ്രാഹിം ഹാജിൻ്റെ കുടുംബം. പക്ഷേ ഹാജിയർക്ക് ഒന്നും കൂടി വിദഗ്ധമായ പരീക്ഷണം നടത്തിയാൽ, ചികിത്സ നടത്തിയാൽ ഇത് മാറുമെന്നൊരു ചിന്ത വന്നപ്പോൾ മക്കൾ അത് നോക്കാതെ നിന്നാൽ ഉപ്പാക്കൊരു വിഷമം വേണ്ട, ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെല്ലൂരേക്ക് പോകാമെന്നാണ്. അന്ന് അവിടെ ഒരു വലിയ ആശുപത്രി നടക്കുന്ന സമയമാണ്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവർ ഷെയ്ഖിൻ്റെ പള്ളിയിൽ വന്ന്, റെയിൽവേ സ്റ്റേഷനിൽ സമയമുണ്ട്, ട്രെയിനിന് സമയം ഉണ്ടായതുകൊണ്ട് ഷെയ്ഖിൻ്റെ പള്ളിയിൽ വന്ന് സിയാറത്ത് ചെയ്ത് എന്നോട് ഈ സങ്കടമൊക്കെ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് മക്കൾ പറഞ്ഞ്, സംഗതി ഒരു നിലക്കിന് പോകേണ്ടതില്ല എന്നാണെങ്കിലും ബാപ്പക്ക് സമാധാനിക്കാൻ വേണ്ടി അത്യാവശ്യം കാശുള്ളവരാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ മഹാനവറുകൾക്ക് പോയിനെന്ന് ചോദിച്ചു. ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയെന്ന് ചോദിച്ചു. ആര്? അത് മടവൂർ ഓർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് പോയി കണ്ടോ? ഇല്ല, ഞങ്ങൾ പോയില്ല, നിങ്ങൾ അവിടെ ഒന്ന് പോയി കണ്ടാളിന്നാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ പോയി അവിടെ ചെന്ന് ഇബ്രാഹിം ഹാജിനെ കൂട്ടി അവിടെ കയറി ചെന്ന് കണ്ട്, നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, ഒറ്റപ്പറിച്ച്. നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല എന്നാണ്, ക്യാൻസർ ഇല്ലാണ്ടാകും ഉണ്ട് എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞല്ലേ. മാത്രമല്ല ഇത് മാറൂല എന്നാണ് പോലും പറഞ്ഞത്. പക്ഷെ ഇങ്ങനെന്തോ പറഞ്ഞാൽ എന്തോ ഒരു മാനം ഉണ്ടാവും. ഓറെ വിശ്വസിക്കാണ്ടെന്നല്ല, നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലാതെ പറ്റൂലല്ലോ, ഉണ്ട് എന്നാണല്ലോ ഇപ്പോൾ ഈ രേഖകളിൽ. ഓരെന്തോ പറഞ്ഞാലെന്തോ സിറുണ്ടാവും എന്ന് മനസ്സിലാക്കി ഓലെന്താക്കി നേരെ അങ്ങോട്ട് പോയി. ഓല ട്രെയിനിന് പോയി, സമയമായപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ എത്തി ഇവരുടെ ഈ രേഖകളൊക്കെ വാങ്ങി പരിശോധിച്ച്, ഇവിടെ നിന്നുള്ള എല്ലാ രേഖയും കയ്യിലുണ്ട്. അപ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞ പോലെ ഇവർ ഈ മക്കൾ പറഞ്ഞ എന്നോട്, നിങ്ങൾ ഇവരെ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോകണം, ഇവിടെ അഡ്മിറ്റ് ചെയ്യണ്ട. കാരണം ഈ രേഖ അങ്ങനെയാണ്, ഏതാനും മണിക്കൂറുകൾ മാത്രം ചിലപ്പോൾ ഇനി ഇവർ ജീവിക്കുമെന്നുള്ള അത്രയും ഒരു അവസ്ഥയിലെത്തിപ്പോയിട്ടുണ്ട് എന്നാണ് രേഖ തെളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതിനെ കിടത്തണ്ടെന്ന് അവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാർ ഈ രേഖ നോക്കിയിട്ട് പറഞ്ഞു. കാരണം അവിടുന്ന് മരിച്ചിട്ടും കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ട് വേണ്ടെന്നുള്ള എനിക്ക് പറഞ്ഞ പോലെ. അപ്പം ഇവർ പറഞ്ഞു, ഞങ്ങളേതായാലും അത്രയും ദൂരത്തുനിന്ന് ഉപ്പാൻ്റെ ഒരു സമാധാനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്, നിങ്ങളേതായാലും അഡ്മിറ്റ് ചെയ്തോളി, അവിടെ നാട്ടിൽ നിന്ന് എന്തായാലും വേണ്ടിയില്ല, ഇന്ന് തന്നെ മരിച്ചാലും ഞങ്ങൾ മരിച്ചിട്ടുണ്ടിരിക്കോളാം. പക്ഷെ ഉപ്പാൻ്റെ ഒരു ആഗ്രഹമാണ്, ഞങ്ങൾ മക്കൾ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് കൊണ്ടുവന്നതാണ്. എന്നാൽ ആയിക്കോട്ടെ എന്ന്. പിന്നെ ഈ രേഖയൊക്കെ അവിടെ മാറ്റിച്ച് ഒക്കെ ഓലെ രേഖകളാക്കി. ഓല് എല്ലാ രേഖയും ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാപ്പ് പോലും ഈ രേഖയിൽ കാണുന്നില്ല. ഇത് ഇവരെന്നോട് പറഞ്ഞെന്നാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റും എടുത്ത രേഖയിൽ ഒരു നിലക്കും ഇയാൾ ഇനി ജീവിക്കൂല എന്ന നിലക്കെത്തിയ ഈ ആചാരെ ഷെയ്ഖുനാന്റെ ആദരത്തിൽ കൊണ്ടുപോയി ഷെയ്ഖുന പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല. ഇത് മുത്തനബി പറഞ്ഞ ഈ നിലക്ക് ഒരു അടിമ ഉടമയിൽ ലയിച്ചുകൊണ്ടുള്ള കർമ്മത്തിലൂടെ റബ്ബിലങ്ങ് അടുത്തു കഴിഞ്ഞാൽ ആ നാവിലൂടെ വരുന്ന ശബ്ദം അത് റഹ്മാനിയത്തിന്റെ ശബ്ദമാണ്. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇതല്ലേ ഖുർആൻ പറയുന്നത്. ഇതാണ് റഹ്മാനിയത്തിന്റെ പവർ. ആ പവർ ശൈഖുന നേടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല. അങ്ങനെ ഇവരെടുത്ത രേഖയിലൊന്നും കാണുന്നില്ല. പിന്നെ ഒരു രണ്ടാം തവണ എടുത്ത് വീണ്ടും പരിശോധിച്ച് രക്തം പരിശോധിച്ച് സ്കാൻ ചെയ്ത് എല്ലാം ക്ലിയറാണ്.
പൂർണ്ണ ആരോഗ്യവാനാണ്, ഇയാൾക്ക് അങ്ങനത്തെ യാതൊരു രോഗവും ഇപ്പോൾ ഇല്ല എന്ന് ഈ വിദഗ്ധരായ ഡോക്ടർമാർ വിധിയെഴുതി. ആചാര്യർക്കും നല്ലൊരു മാറ്റവും ഭക്ഷണം കഴിക്കുന്നിടത്തോ നല്ല സംസാരത്തിലും ഒക്കെ അങ്ങോട്ട് പോകുന്നേരമുള്ളൊരു അവസ്ഥയല്ല. അങ്ങനെ ഇവർ തിരിച്ചു പോന്ന് എന്ന് അവരെന്നോട് ശേഖന്റെ പള്ളി എന്ന് പറഞ്ഞെന്ന ഒരൊറ്റ വാക്കാണ്. എൻ്റെ നാടിനടുത്തുള്ള ആയിഷ എന്നൊരു സഹോദരി മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ദീർഘകാലം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് അങ്ങനെ പരിശോധന ഒക്കെ നടത്തി ആയിഷക്ക് മക്കളുണ്ടാവില്ല എന്നാണ്, ആയിഷാന്റെ മകൾക്ക് മക്കളുണ്ടാവില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞു. പിയാപ്പിൾക്ക് മക്കൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ പിന്നെ വേറൊരു വിവാഹം ചെയ്തിട്ട് 2 ഭാര്യനെയും പോറ്റുക എന്നുള്ളത് ഇയാൾക്ക് കഴിയുന്നില്ല, അയാൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. അവസാനം ആദ്യ ഭാര്യയെ തലാക്ക് ചൊല്ലിക്കൊണ്ട് വേറൊരു വിവാഹം നടത്തുക എന്നുള്ള ചിന്തയിലേക്ക് എത്തി. ഇത് ഈ ആയിഷ എന്ന് പറഞ്ഞ ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തിൽ നീങ്ങുന്നതാണ്, പക്ഷെ മക്കളുണ്ടാകുന്നില്ല. ഒരു മക്കളെ കണ്ടേ തീരുമെന്ന് പുതിയാപ്പിൾക്ക് ആഗ്രഹം. അതിനുള്ള വഴി വേറൊരു വിവാഹം നടത്തലാണ്. അതിന് ഈ ഭാര്യയെ നിർത്തിക്കൊണ്ട് 2 ഭാര്യയെ കൊണ്ടു നടക്കുക എന്നുള്ള അയാൾക്ക് കഴിയുന്നില്ല. അപ്പം ഇതിനങ്ങ് തലാക്ക് ചൊല്ലുക, എന്നിട്ട് വേറെ ഒരു കല്യാണം കഴിക്കുക എന്നുള്ള ചിന്തയിലേക്ക് അയാളെത്തി. ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആയിഷ എന്ന സഹോദരി മഹാനായ ശൈഖുനാന്റെ ഹദ്റത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞങ്ങ് പറഞ്ഞു, എന്താ പറയൂന്ന് പറഞ്ഞു. പറയാനതിന് കിട്ടുന്നില്ല, കരയന്നെ. പറയൂ, എൻ്റെ മോളെ തലാക്കെല്ലാം വെച്ചാണ്. എന്താ വിഷയം എന്ന് വെച്ചു. അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല, അവൾക്ക് കുട്ടികളുണ്ടാവില്ല എന്നാ പറഞ്ഞു. ഞാൻ അവൾക്ക് ഒരു കുട്ടിയെ കൊടുത്തിരിക്കുന്നു. ഒറ്റ പറച്ചില്, അവൾക്ക് ഞാൻ ഒരു കുട്ടിയെ കൊടുത്തിരിക്കുന്നു. 10ാമത്തെ മാസത്തോട് പ്രസവിച്ചു. ഒന്നും ജീവിച്ചിരിപ്പുണ്ടോ വയനാട് ഭാഗത്താണ്. എന്താണ് ഈ അത്ഭുതം? ഈ ശബ്ദം ഇത് സാധാരണഗതിയിലുള്ള ശബ്ദമല്ല. ഇത് ഉടമയിൽ ലയിച്ചുകൊണ്ട് ഉടമയിൽ നിന്നും ആവാഹിച്ചെടുത്ത പവറാണ് ഈ കാണുന്നത്. റഹ്മാനിയത്തിന്റെ പവറാണ് ഈ കാണുന്നത്. എന്ത് ആ ഷർഫാക്കട്ട തിരുനാവിൽ നിന്ന് വന്നാലും അതിവിടെ നടപ്പിൽ വരിക. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, ഒന്നാണോ രണ്ടാണോ? നമ്മൾ അബൂബക്കർ മുസ്ലിയാർക്ക് മക്കളുണ്ടായിരുന്നില്ല. എടത്തിലെ അബൂബക്കർ മുസ്ലിയാർ കല്യാണം കഴിച്ചിട്ട് 20 വർഷത്തോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 വർഷത്തോളം കഴിഞ്ഞു. ശൈഖിനെ പറയും, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെ അബൂബക്കർ മുസ്ലിയാരും ഭാര്യയും 2 പേരും പലതവണ പരിശോധിച്ച് 2 പേർക്കും കുട്ടികളുണ്ടാകൂല എന്ന് ഡോക്ടർമാർ വിധി ചെയ്തു. ഇവിടെ വരുമ്പം പറയും നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെ 20 വർഷം കഴിഞ്ഞു. അല്ലേ, 20 അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മളെ ഔക്കുലിയാർ പഠിത്തം മരിച്ചേ. അങ്ങനെ എൻ്റെ ഓർമ്മ. കുറേ പ്രായത്തിൻ്റെ ശേഷം മക്കളാണ്. 2 കുട്ടിയായി, ഒരാണും ഒരു പെണ്ണും. അതിലൊന്ന് സഖാഫിയാണ്, ഇവിടെ സെൻട്രലിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഓർ പറയാണ് നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. മുൻമൾ ഉസ്താദിനും പറഞ്ഞു നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഇങ്ങനെ വിദഗ്ധനായ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് കാണാത്തത് കാണാനും പറയാനുമുള്ള ഒരു റഹ്മാനിയത്തിന്റെ പവറ് ശൈഖുന നേടിയെടുത്തിട്ടുണ്ട്. ആ മഹാന്റെ വീട്ടിൽ വെച്ചാണ് എല്ലാ വർഷവും അവിടുന്ന് വഫാത്തായ സമയത്ത് ശവ്വാൽ നഹ്ലിന് ഇവിടെ വെച്ച് ലോകാടിസ്ഥാനത്തിൽ നടത്തുന്ന മഹാനവിള്ള ആണ്ട് നേർച്ച. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം എവിടെ ഉണ്ടോ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന മുഴുവൻ നേർച്ചകളെയും കൊടിയേറ്റുന്നത് അവിടുന്ന് വഫാത്തായ അതേ സമയത്ത് അവിടുത്തെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് കൊടിയേറ്റിക്കൊണ്ട് ആരംഭിക്കുന്ന നേർച്ച. ആ നേർച്ച തുടങ്ങിയ കഴിഞ്ഞ ഈ വർഷം അഥവാ 31ാമത്തെ ഉറൂസ് നടക്കുമ്പോൾ നമ്മൾ സാധാരണ കൂടുന്നത് പോലെ കൂടാനും സഹകരിക്കാനും കഴിയാത്ത ഒരു അവസ്ഥയാണല്ലോ ഇപ്പോഴുണ്ടായത്. എന്നാലും പരമാവധി കൂടി, അങ്ങനെ കൂടിയിട്ട്
ആ കർമ്മം നിർവഹിച്ച് പിന്നീട് തീരുമാനിച്ചതാണ് ഈ വീട്ടിൽ വെച്ച് പരമാവധി എല്ലാവർക്കും ദുആ ചെയ്തുകൊണ്ട് കടം വീടാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. വീടില്ലാത്തവർക്ക് വീടുണ്ടായി കിട്ടാൻ, മക്കളില്ലാത്തവർക്കൊരു മക്കളുണ്ടായി കിട്ടാൻ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളുണ്ടാകാൻ, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളുണ്ടാകാൻ, ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ ജോലി ശരിപ്പെടാൻ, ഭർത്താവിൻ്റെത് മാത്രമല്ല മകൻ്റെ ജോലി ശരിയാവാൻ, ഉള്ളതായ ഉത്തരവാദിത്വം ഒഴിവായി കിട്ടാൻ, ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ശൈഖുനായുടെ അടുക്കൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അതിന് ഒരു വേദിയായി ഈ കഴിഞ്ഞ നേർച്ച മുതൽ ഇവിടെ ആരംഭിച്ച ഒരു മജ്‌ലിസാണിത്. ഇതിൽ മറ്റൊരു ലക്ഷ്യങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ടവരുടെ സഹോദരപുത്രനായ ഇവിടുത്തെ ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പൊന്നുമോൻ സ്വന്തം മോനെപ്പോലെ തന്നെയാണ് അവിടുന്ന് പെരുമാറിപ്പോന്നത്. അവിടുത്തെ പേര് തന്നെയാണ് മകന് ഇട്ടത്. അതുകൊണ്ട് ഇവിടെ ആ നിലക്കുള്ള ഒരു മജ്‌ലിസ്, ഈ നീറുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമുണ്ടാകാൻ ഒരു കൂട്ടായ്മയിൽ ഒരു ദുആ ചെയ്ത് പിരിയ എന്ന ലക്ഷ്യത്തിലാണ്. അതിന് മുമ്പ് ചെല്ലാൻ കഴിയുന്ന അദാദുകളും മറ്റു മൗലിദുകളും ഒക്കെ എല്ലാം ഓതി ഒരു കൂട്ടായ്മയിലുള്ള ഒരു ദുആ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു കാര്യമാണിത്. അവിടുത്തെ മുറ്റത്ത് വെച്ച്, അവിടുത്തെ കോലായിൽ വെച്ച്, ശൈഖുന താമസിച്ചിരുന്ന ആ മുറിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്നത്. ഈ ലക്ഷ്യത്തിലാണ് ഇതിൻ്റെ തുടക്കം. അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തുകൊണ്ട്, ഈ ദുആയിൽ പങ്കെടുത്തുകൊണ്ട്, ശൈഖുനായുടെ കുരുത്തവും പൊരുത്തവും ലക്ഷ്യം വെച്ചുകൊണ്ട് മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് ആ നീറുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ആമീൻ പറയുമ്പോൾ മനസ്സിൽ കരുതിയാൽ ശൈഖുന അത് കാണുന്നു, ശൈഖുന അത് പൂർത്തീകരിച്ചു തരുന്നു. അതിനു മാത്രമുള്ള കഴിവ് അവിടത്തേക്ക് അള്ളാഹു കൊടുത്തതാണ്.